3-4 ദിവസത്തെ പനിക്ക് ശേഷം ഞാൻ ഇന്നാണ് കേട്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങണത്. അപ്പം ഞാൻ ഇപ്പോൾ പോകാൻ റെഡിയായി നിൽക്കുന്നത് ക്ലാസ്സിക്കല്ല കേട്ടോ. നമ്മുടെ അവിടെ അടുത്തുള്ള തൈക്കാട്ടുശ്ശേരി അമ്പലത്തിലെ തൃക്കാർത്തിക ആയതുകൊണ്ട് തന്നെ പ്രസാദോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി കാലത്ത് വിളിച്ചിരുന്നു കേട്ടോ വരാൻ പറഞ്ഞിട്ട്. അപ്പം അതേ അമ്പലത്തിൽ പോകാനായിട്ടോ റെഡിയായി നിൽക്കുന്നത്. ജുഗുറൂനെ അംഗനവാടിയിൽ വിട്ട് തിരിച്ചു വരുമ്പോഴായിരുന്നു കേട്ടോ ചേച്ചി വിളിച്ചത്. അതുകൊണ്ട് തന്നെ ജുഗുറൂനെ എനിക്ക് കൂടെ കൂട്ടാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ദേ അമ്പലത്തിലൊക്കെ എത്തി കുറച്ചു നേരം നിന്നപ്പോഴേക്കും ചേച്ചി വന്നു കേട്ടോ. ഇതാണ് രശ്മ ചേച്ചി. ഞാനും ചേച്ചിയും കൂടി അമ്പലത്തിൽ കയറുമ്പോഴേക്കും രശ്മ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നു കേട്ടോ. ഇതാണ് സുബിൻ ചേട്ടൻ. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിന്ന് ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിട്ടോ ഒന്ന് വലം ചുറ്റി വരാമെന്ന് വിചാരിച്ചു. ഏകദേശം കുറച്ചധികം നാളായിട്ട് കേട്ടോ ഞാൻ ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട്. അപ്പൊ അതേ രശ്മേച്ചിയുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നുട്ടോ. ആ ചേച്ചിയും കൂടി ഞങ്ങൾ കുറച്ചു നേരം അതിന്റെ ഉള്ളിലൊക്കെ കിടന്ന് നടന്നു കേട്ടോ. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ അതേ അമ്പലത്തിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വഴി നേരെ താഴോട്ട് പോണത് അമ്പലകുളത്ത് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഈ ടൈം ആയതുകൊണ്ട് തന്നെ അവിടേക്ക് ആരും പോവാത്ത കാരണം ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിന്നില്ല കേട്ടോ. കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിന്റെ ഉള്ളിൽ വലം ചുറ്റാൻ വന്നു. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ പുറത്ത് പ്രസാദോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ടിരുന്നു. ഊണ് കഴിച്ച് ഇറങ്ങിയപ്പോൾ നല്ല വരിയാണ് കേട്ടോ പ്രസാദോട്ടിന്. അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ടാട്ടോ. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ പോണത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ചായ സ്പോട്ടിലേക്കാണ് കേട്ടോ. തൈക്കാട്ടുശ്ശേരിയിൽ തന്നെയാണ് കേട്ടോ ഈ കട വരുന്നത്. അപ്പൊ അതെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടാളും ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടത്തെ സ്പെഷ്യലുകൾ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതേ ബൺമസ്കിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാട്ടോ നിക്കണത്. അപ്പൊ എനിക്ക് പനിയായോണ്ട് തന്നെ ഞാനൊരു കാപ്പിയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ബൺമസ്ക ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പൊ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്ര വലിയ ഹൈപ്പും കാര്യങ്ങളായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവര് രണ്ടാളും ഇതേ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേച്ചിയാണ് കേട്ടോ എന്നെ വീട്ടിലേക്ക് കൊടുത്താക്കിയത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.